These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajman. Al Hamour Restaurant, Al Bidia and Dibba. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അജ്മാനിൽ ജർഫ് 2-ലാണ്. ആരു സഫ്രാൻ റെസ്റ്റോറൻ്റാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ പോയി ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആറൂസ് സഫ്രാൻ റെസ്റ്റോറൻറ്റ്. വിഭവങ്ങളൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. സ്പെഷ്യൽ കപ്പ ബിരിയാണി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള നല്ല അടിപൊളി നല്ല ഇലയിലുള്ള അടിപൊളി സദ്യ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് സദ്യ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നു. അടിപൊളിയായിട്ട് കപ്പ ബിരിയാണിയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കപ്പ ബിരിയാണി എങ്ങനെയാണ് നോക്കാം. സൂപ്പർ ടേസ്റ്റ് കിട്ടില്ല, ഒന്നും പറയാ ചേട്ടാ, ഒരു രക്ഷയില്ല. പിടുത്തമിട്ട് ഞാക്കി കപ്പ ബിരിയാണിയാണ്, സൂപ്പറാണ്. അടുത്ത് നമ്മൾ അടിപൊളി ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അടിപൊളിയാണ്, അടിപൊളി സൂപ്പർ പീസ്, നല്ല അയക്കോറ ഫ്രൈ, സൂപ്പറായിട്ടതാ, അടിപൊളി. ഒന്നും പറയാന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ല നാടൻ പിന്നെ ചോറ്, അതേപോലെ തന്നെ നല്ല തൂശനിലയിൽ വിളമ്പിയിട്ടുള്ള ചോറും, അതേപോലെ നല്ല സാമ്പാർ, അവിയൽ, അതുപോലെ പപ്പടം, മാങ്ങച്ചാറ്, അതുപോലെ തന്നെ കൊണ്ടാട്ടം മുളക്, എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഒരു 10-18 ഐറ്റംസ് വിഭവങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ഇലയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. നമുക്ക് നാട് കൊണ്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറയാം. ഓക്കെ, ഒന്നും പറയില്ല, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എന്നുവെച്ചാൽ നമുക്ക് ആ നാട്ടിലത്തെ ഒരു ആ ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ഇലയിൽ കഴിക്കണേ, അതുകൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയക്കോറ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. വൗ, സൂപ്പറാണ്, അടിപൊളി അടിപൊളി കിടും. നമസ്കാരം. ഞാനേ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ എത്ര നാളായി വരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാനാണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? குழப்பம் எந்த ஒரு பிரச்சனையும் இல்லை. ஓகே, நல்லா ஆகிட்டு வந்து டேஸ்ட் ஆகிட்டு வந்து. ஓகே. உங்களுக்கு எத்தனை நாளாச்சு இங்கே? இப்போ 1 மந்த் ஆகிட்டு நான் வந்து 1 മന്തായിട്ട് വരുന്നത്. നല്ല ഫുഡ്, நல்ல ஃபுட்டு, எந்த ஒரு குழப்பமும் இல்லை. ഓക്കെ ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് ഫുഡ്? குழப்பம் நல்ல ஃபுட்டாണ്. നല്ല ഫുഡ്. എത്ര നാളായിട്ട് ഇവിടെ വരുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വരാറ്. ഇടയ്ക്കിടെ വരാറുണ്ട്. ഈ മീൽസ് ആണോ അതല്ലെങ്കിൽ വേറെ വെറൈറ്റി? ഇല്ല, ഞാൻ ഇതുവരെ മീൽസ് കഴിച്ചിട്ടില്ല. നമസ്കാരം. എന്നോടൊപ്പം ഉള്ളത് അർസ് സഫ്രാൻ റെസ്റ്റോറൻറ്റിൻ്റെയും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഓണറാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് ഈ യാത്രയെക്കുറിച്ച് ചോദിക്കാം. ആദ്യമായിട്ട് ഈ യു എയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പല പ്രവാസികളും പല ജോലികൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇതിലേക്ക് എത്തുന്നു. അങ്ങനെ തന്നെയാണല്ലോ. ഇക്ക എന്തായിരുന്നു ഇവിടെ വന്നപ്പോൾ, പ്രവാസിയായിട്ട് വന്നപ്പോൾ എന്തായിരുന്നു ചെയ്തു തുടങ്ങിയത്? പ്രവാസിയായിട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ എല്ലാവരെ പോലെ തന്നെ ചെറിയ ജോലികളൊക്കെ ചെയ്തു. പിന്നെ പടിപടിയായി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഓക്കെ, ഏത് വർഷമാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയത്? സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത് 2013. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഒന്ന് ചെറിയ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പടിപടിയായി റബ്ബിൻ്റെ കൃപ കൊണ്ട് അതിൽ കുറച്ച് കൂടുതൽ സൂപ്പർ മാർക്കറ്റുകൾ തുറക്കാൻ പറ്റി. ഓക്കെ, പിന്നെ അതിനുശേഷം റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് കടന്നു. ഇപ്പം 2 റെസ്റ്റോറൻ്റായി. ഇപ്പം 2ാമത്തെ ബ്രാഞ്ചാണിത്, അൽസഫ്രാൻ റെസ്റ്റോറൻറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തപ്പെടുന്നത്? സൂപ്പർ മാർക്കറ്റൊക്കെ അൽഹംദുലില്ലാ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. അപ്പം ഒരു ചിന്ത വന്നു, നല്ല ആഹാരങ്ങൾ കൊടുക്കാനുള്ള ഒരു സംരംഭം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ കൊള്ളാം. ഏതായാലും ഞാനിവിടെ വന്നു, ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ചു.
മനോഹരം. അതായത് സത്യസന്ധമായി തന്നെയുള്ള വാക്കാണ്. നമുക്ക് ആരെ വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം, ഇവിടെ വരൂ, ആഹാരം കഴിക്കുന്നു, നന്നായി തന്നെ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാഫെല്ലാം നല്ല എന്താണ് നല്ല ബിഹേവിയർ, നമ്മളോട് വളരെ സ്നേഹമായിട്ടും, അതുപോലെ നമ്മളടുത്ത് മാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ എല്ലാവരുടെ അടുത്തും അവർ ആ ഒരു ഡീല് അങ്ങനെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഏതായാലും കൂടുതൽ റെസ്റ്റോറൻറ്റുകളും അതുപോലെ സൂപ്പർ മാർക്കറ്റും ഒക്കെ ഇക്കയ്ക്ക് ഭാവിയിൽ ചെയ്യാൻ കഴിയട്ടെ. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു. അപ്പോൾ എന്നോടൊപ്പം ഇവിടുത്തെ മെയിൻ കുക്കാണുള്ളത്. അപ്പോൾ ഇവിടെ 2 കുക്കാണുള്ളത്. ഒരു ഇത്തയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇക്കയാണ്. ഇക്ക ഉച്ചത്തുള്ള നമ്മൾ ഫുഡ് കഴിച്ചു, വളരെ സന്തോഷം. ഈവനിങ് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ? ഈവനിങ് പിന്നെ ചാർക്കോൾ ഉണ്ട്, ഗ്രില്ലുണ്ട്, ഷവർമ, ചാർക്കോൾ ഷവർമയുണ്ട്. ഓക്കെ. ചാർക്കോൾ തന്നെ പെരിപരി ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്, തുർക്കിഷ് ഉണ്ട്, നമ്മളെ കാന്താരിൻ്റെ സിഗ്നേച്ചർ ഉണ്ട്, പൊതിച്ചാർക്കോൾ സ്പെഷ്യൽ. അത് നമ്പർ 1 ആണ്, നല്ല മൂവിങ് ആണ്, കസ്റ്റമർ നല്ല അഭിപ്രായമാണ് പൊതിച്ചാർക്കോളിന്. ഓക്കെ. അതുപോലെ ഷവർമയുണ്ട്. ഓക്കെ. ചാർക്കോൾ ഷവർമ അതൊരു വെറൈറ്റിയാണ്. ഓക്കെ. അതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഡിഷസ്. പിന്നെ ഗ്രില്ലുണ്ട്, നല്ല അടിപൊളി ഗ്രില്ലുണ്ട്, മസാല ചേർത്തിട്ടുള്ള ഗ്രില്ല്. ഓക്കെ. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, മിക്സ് ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട്, ബീഫ് മസാല ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് കൊണ്ടാട്ടം ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, ചിക്കൻ മസാല ഉണ്ട്, ചിക്കൻ കടായി ഉണ്ട്, ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ട്, ചിക്കൻ 60 മസാല കൊണ്ടാട്ടം. പിന്നെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഓർഡർ പറയുന്ന ഐറ്റംസ് ഏതാണെന്ന് പറയുന്നത് ഞാൻ ലൈവായിട്ട് അടിച്ചു കൊടുക്കുന്നതാണ്. ലൈവായിട്ട് തന്നെ ഫുഡ് റെഡി ആയി കൊടുക്കുന്നത്, അല്ലാതെ അടിച്ചു വെക്കുന്നതൊന്നുമില്ല, എല്ലാം ലൈവാണ്. അതേപോലെ പ്രത്യേകിച്ച് നമ്മളെ മസാല എന്ന് പറയാൻ ഗ്രില്ലിൻ്റെ മസാല, അത് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതേപോലെ സിഗ്നേച്ചർ ചാർക്കോൾ പൊതു സിഗ്നേച്ചറാണ് നമ്മളെ സാഫ്രാൻ. പിന്നെ വളരെ സന്തോഷം ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന്. താങ്ക് യു. ഇത് കായ്പോളയാണ്, ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടോടെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് വന്നതാണ്, ഫ്രഷ് ഐറ്റം. സൂപ്പറാട്ടോ, വെറുതെ പറയില്ല, അടിപൊളിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയ ഫുഡായിരുന്നു, വളരെ സന്തോഷം. അപ്പം ഈ പാചകത്തിലേക്ക് ഇവിടെ ഗൾഫിലെത്തിയിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് 2 മാസമായി. 2 മാസമായി. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ മസാലയൊക്കെ എങ്ങനെയാണ്? ഇത്തയുടെ തന്നെ കൂട്ടാണോ അതോ ഞാൻ തന്നെ ഇവിടുത്തെ ആണോ അതോ നാട്ടിലെ മസാലയാണോ? നാട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എല്ലാ ഫുഡും. അതായത് ഇപ്പോൾ ഈ ഈവനിങ് ആയിട്ട് കഴിക്കാനെടുത്ത കായ്പോള, അതും മനോഹരമായിട്ട്, ഞാൻ ശരിക്കും ഇത് ഫസ്റ്റ് ടൈമായി ഈ ഒരു ഇത് കഴിക്കുന്ന. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ കൂട്ടർ വന്ന് ഫ്രണ്ട്സും ഒക്കെ കഴിച്ചു, വളരെ സന്തോഷം. അപ്പോൾ ഷാർജയിൽ 2 വർഷം വരെ കുക്കിംഗ് ആയിരുന്നു. ഓക്കെ. ഏതായാലും നാട്ടിൽ ഹോട്ടലുണ്ട്. അത് ശരി. സ്വന്തമായിട്ട് ഹോട്ടലുണ്ട്. നടത്തിപ്പിന് കൊടുത്തിട്ട് വന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഇത്തയുടെ? ഇവിടെ ഇപ്പം കായ്പോള, ക്യാരറ്റ് പോള, ഇറാനി പോള, ഇറച്ചിപ്പോള, പിന്നെ കായ് നിറച്ച്, ഉന്നക്കായ്, പിന്നെ ചിക്കൻ റോള്, കട്ട്ലേറ്റ്, പിന്നെ മസാല ഉണ്ട്, ഇങ്ങനത്തെ എല്ലാ എണ്ണക്കടികളും ഇവിടെ നിന്നുണ്ടാക്കും. എല്ലാം ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയാണ് നമുക്ക് കൊടുക്കുന്നത്. ഉണ്ടാക്കുന്നത്, പുറത്തുനിന്നൊന്നും വാങ്ങാനില്ല. ഇപ്പം ഞാൻ വന്നേരെ ഇവിടുന്ന്, നമ്മളിപ്പോൾ പൊടിയ തുറന്നേരെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നത്. ഓക്കെ. പിന്നെ ഇതല്ലാതെ ഇത്തയുടെ എന്താണ് വേറെ സ്പെഷ്യൽ? ഞാനിപ്പോൾ ബിരിയാണി, പിന്നെ മന്തി, അത് ഉണ്ടാക്കും. പിന്നെ നെയ്പ്പത്തിൽ, ബട്ടൂർ, പൊറോട്ട, നൂൽപുട്ട്. ഓക്കെ. താങ്ക് യു താത്ത. ഏതായാലും ഇത്ത ഇവിടെ വന്ന് കാണാനും നമുക്ക് ഈ നല്ല ഫുഡ് കിട്ടിയതിലും വളരെ സന്തോഷം. ജി, इधर में आप कितने साल हो गया यूएई में? 1 साल होने लगा. अभी पहला मैं दूसरा कंपनी में था, अभी उधर रीजन दे के इधर आके काम कर रहा है. ओके. इधर से कैसे आपका एक्सपीरियंस? इधर को तो पहला एक्सपीरियंस नहीं था, फिर इधर आके ट्रेनिंग करके फिर इधर एक्सपीरियंस हो गया ना. अभी ये होटल में ना ज़्यादा कस्टमर्स आते हैं और खाने के बारे में क्या बता रहे हैं आपको? खाने के बारे में तो अच्छा बता रहे, सब अच्छा बता रहे हैं. आप भी फील होते हैं ना ये इधर का खाना अच्छा है? हाँ जी. हाँ, ओके. और आप इधर का स्पेशल क्या है? आपको आप बोलने से कौन सा है खाना इधर से स्पेशल है? स्पेशल इधर का खाना तो मेरे को तो बिरयानी लगता है. ओके. आप अगर अपना मुल्क वालों को, नेपाली लोगों को इधर आने के लिए कैसे बोलेंगे, इधर आके खाने के लिए? पहला तो टेस्ट पता नहीं चलता ना, फिर मैं बोलता है उन लोगों को आओ टेस्ट करो, फिर बोलते हैं.
ഓക്കെ. नेपाली आइटमहरू पनि सबै पाउँछ, जुस, मोमो, चाउमिन सबै पाउँछ। नेपाली आइटम पनि तपाईँहरू के चाहन्छ सबै यहाँ पाउँछ। आउनु भन्नुहोस्। ആറൂസ് സഫ്രാൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു, അടിപൊളി ഫുഡാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ വെൽക്കം ഡ്രിങ്ക് വീണ്ടും നമുക്ക് തന്നു. അതും ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോകാൻ പോകണം. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ അനിൽ ഭായി പറയുന്നത്. ഇതിന്റെ ലൊക്കേഷനാണ് അജ്മാൻ ജർഫ് 2 സാഫ്രാൻ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥാപനമാണ് അർസ് സാഫ്രാൻ റെസ്റ്റോറന്റ്. അപ്പൊ ആരും മറക്കണ്ട.